ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ്. ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. അജിനാമോട്ടോയുടെ രാസവാക്യം? അജിനാമോട്ടോ C5H8NNaO4. C5H8NNaO4 അജിനാമോട്ടോ. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം? ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284 ആണ്. 284 പേരാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ചത്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത്? ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 5 മുതൽ 11 വരെയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? പൗരത്വത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? സ്വത്തവകാശം ഇപ്പോൾ ഏത് തരത്തിലുള്ള അവകാശമാണ്? നിയമാവകാശമാണ്. അപ്പൊ സ്വത്തവകാശം നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1978 44-ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം നിയമാവകാശമാക്കി മാറ്റിയത്. ജാമുകൾ, സ്കോഷുകൾ എന്നിവ കേട് കൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം? ജാമുകൾ, സ്കോഷുകൾ എന്നിവ കേട് കൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാള നടൻ ആരാണ്? ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ PJ ആന്റണി ആണ്. PJ ആന്റണി. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാള നടനാണ് PJ ആന്റണി. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം? വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോ വാട്ട് അവർ. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോ വാട്ട് അവർ. കൊല്ലത്തെ തിരുനെൽവേലിയുമായി ബന്ധിപ്പിക്കുന്ന ചുരം? കൊല്ലത്തെ തിരുനെൽവേലിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ആര്യങ്കാവ് ചുരമാണ്. ആര്യങ്കാവ് ചുരം കൊല്ലത്തെ തിരുനെൽവേലിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണമേത്? വേട്ടക്കാരൻ. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണമാണ് ഓറിയോൺ. ഓറിയോൺ ആണ് വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണം. രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷ പുരസ്കാരം നേടിയ ആദ്യ മലയാളി VR പ്രബോധചന്ദ്രൻ നായരാണ്. VR പ്രബോധചന്ദ്രൻ നായർ. രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളിയാണ് VR പ്രബോധചന്ദ്രൻ നായർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എല്ലാ പരീക്ഷകളിലും കാണുന്ന ക്വസ്റ്റ്യൻ ആണിത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കാർബൺ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ്? കാർബൺ. കാർബൺ ഉൾപ്പെടുന്നത് 14ാമത്തെ ഗ്രൂപ്പിലാണ്. കാർബൺ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? 14ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ് കാർബൺ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത് PC മഹാലനോബിസ് ആണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത് ആര്? PC മഹാലനോബിസ്. മുദ്രാരാക്ഷസം ആരുടെ കൃതിയാണ്? മുദ്രാരാക്ഷസം ആരുടെ കൃതിയാണ്? വിശാഖദത്തൻ. മുദ്രാരാക്ഷസം ആരുടെ കൃതിയാണ്? വിശാഖദത്തൻ. വൈദ്യുത പ്രവാഹം രേഖപ്പെടുത്തുവാനുള്ള യൂണിറ്റ് ഏത്? വൈദ്യുത പ്രവാഹം രേഖപ്പെടുത്തുന്നത് ആംബിയറിലാണ്. ആംബിയർ. വൈദ്യുത പ്രവാഹം രേഖപ്പെടുത്തുന്നതിനുള്ള യൂണിറ്റ് ആണ് ആംബിയർ. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ്? സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്നത് ലൈസോസോം ആണ്. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം ലൈസോസോം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ഏത് വർഷമാണ്? 1951 ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്. 1951. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം എവിടെയാണ്? കൊയിലാണ്ടിയിലാണ്. കൊയിലാണ്ടിയിലാണ് കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്.
തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രി. അന്തർദേശീയ കടുവാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 29 ജൂലൈ 29 അന്തർദേശീയ കടുവാ ദിനമായിട്ട് ആചരിക്കുന്നു. ജൂലൈ 29. ജഡായുപ്പാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ജഡായുപ്പാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ജഡായുപ്പാറ ടൂറിസം പദ്ധതി ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. അടുത്ത ചോദ്യം, കോശത്തിലെ മർമ്മമില്ലാത്ത ജീവികൾ അറിയപ്പെടുന്ന പേര്. കോശത്തിലെ മർമ്മമില്ലാത്ത ജീവികൾ അറിയപ്പെടുന്നത് പ്രോക്യാരിയോട്ടുകൾ എന്നാണ്. പ്രോക്യാരിയോട്ടുകൾ എന്താണ് പ്രത്യേകത? കോശത്തിലെ മർമ്മം ഇല്ലാത്ത ജീവികൾ അറിയപ്പെടുന്നതാണ് പ്രോക്യാരിയോട്ടുകൾ എന്ന്. അടുത്തത്, മയക്കുമരുന്നുകളുടെ വിതരണത്തെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരം കൈമാറുന്നതിനുള്ള മൊബൈൽ ആപ്പ് ഏത്? എന്തിനെ കുറിച്ചാണ്? മയക്കുമരുന്നുകളുടെ വിതരണത്തെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരം കൈമാറുന്നതിനുള്ള മൊബൈൽ ആപ്പാണ് യോദ്ധാവ്. ആപ്പിന്റെ പേര് യോദ്ധാവ്. ആരവല്ലി നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ആരവല്ലി നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ആരവല്ലി നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുരുശിഖർ. ആരവല്ലി നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗുരുശിഖർ ആണ്. ഗുരുശിഖർ. കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1991 1991. ഇടിമിന്നൽ വൈദ്യുത പ്രവാഹമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. ഇടിമിന്നൽ വൈദ്യുത പ്രവാഹമാണ് എന്ന് തെളിയിച്ചത് ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഇടിമിന്നൽ വൈദ്യുത പ്രവാഹമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. GPS എന്ന ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം വികസിപ്പിച്ചെടുത്ത രാജ്യം. GPS വികസിപ്പിച്ചെടുത്തത് അമേരിക്ക, USA ആണ്. GPS വികസിപ്പിച്ചെടുത്ത രാജ്യം USA. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര്? ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉള്ളൂർ S പരമേശ്വര അയ്യർ. ഉള്ളൂർ S പരമേശ്വര അയ്യറാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. ഉള്ളൂർ S പരമേശ്വര അയ്യർ. ദേശീയ നിയമദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ദേശീയ നിയമദിനം എന്നാണ് നവംബർ 26. നവംബർ 26 ദേശീയ നിയമ ദിനമായിട്ട് ആചരിക്കുന്നു. ദേശീയ നിയമ ദിനമാണ് നവംബർ 26. റെസിസ്റ്റൻസ് അളക്കുന്ന യൂണിറ്റ് ഏത്? റെസിസ്റ്റൻസ് അളക്കുന്ന യൂണിറ്റ് ഓം ആണ്. ഓം. റെസിസ്റ്റൻസ് അളക്കുന്ന യൂണിറ്റ് ഓം. കുടുംബശ്രീ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? കുടുംബശ്രീ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 9ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ ആരംഭിച്ചത്. കുടുംബശ്രീ ആരംഭിച്ചത് 9ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം കോട്ടയമാണ്. കോട്ടയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്താണ്. ഗുജറാത്ത്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ്. പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1885 ആണ്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്. ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിലെത്തുമ്പോൾ കത്തുന്നതിന് കാരണമായ ബലം ഏത്? ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിലെത്തുമ്പോൾ കത്തുന്നതിന് കാരണമായ ബലം ഏതാണ്? ഘർഷണ ബലമാണ്. ഘർഷണ ബലം മൂലമാണ് ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിലെത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? കത്തുന്നത്. അസുറൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അസുറൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ചെമ്പാണ്. ചെമ്പിന്റെ അയിരാണ് അസുറൈറ്റ്. ചെമ്പിന്റെ അയിരാണ് അസുറൈറ്റ്. കരിമീനിനെ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമായിട്ട് പ്രഖ്യാപിച്ച വർഷം? കരിമീൻ. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ്. കരിമീനിനെ ഔദ്യോഗിക മത്സ്യമായിട്ട് പ്രഖ്യാപിച്ചത് 2010 2010. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ
ഫസൽ അലി. ഫസൽ അലി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ചോദ്യമാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ബക്രാനങ്കൽ. ജലം നിറച്ച ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായിട്ട് തോന്നുവാൻ കാരണം? ജലം നിറച്ചൊരു ഗ്ലാസിന്റെ അടിയിൽ ഒരു നാണയം വെച്ചിരിക്കുന്നു. നാണയം അല്പം ഉയർന്നതായിട്ട് തോന്നുവാൻ കാരണം അപവർത്തനമാണ്. അപവർത്തനം. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഒരു ഐസോട്ടോപ്പ്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയമാണ്. ഡ്യൂട്ടീരിയം. കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് ആര്? കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായർ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആരുടേതാണ്? വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം വൈകുണ്ഠ സ്വാമികളുടേതാണ്. വൈകുണ്ഠ സ്വാമികൾ. എൻ മകാജെ എഴുതിയത് അംബികാസുധൻ മങ്ങാട്. എൻ മകാജെ ആരുടെ കൃതിയാണ്? അംബികാസുധൻ മങ്ങാടിന്റെ കൃതിയാണ് എൻ മകാജെ എന്നത്. ആറ്റിങ്ങൽ കലാപത്തിനു ശേഷം ഒപ്പുവെച്ച ഉടമ്പടി ഏത്? ആറ്റിങ്ങൽ കലാപം. വേണാട് ഉടമ്പടിയാണ്. ആറ്റിങ്ങൽ കലാപത്തിനു ശേഷം ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടി. ഭാരതത്തിന്റെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത്? ഭാരതത്തിന്റെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മലയാണ്. തെന്മല. ഭൂരഹിതരില്ലാത്ത കേരളത്തിലെ ആദ്യ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ല ഏത്? ഭൂരഹിതരില്ലാത്ത കേരളത്തിലെ ആദ്യ ജില്ല കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല. കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. കോട്ടയം. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മാഡം ഭിക്കാജി കാമയാണ് ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം? ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയത് 1924 1924. 1924 ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത് എവിടെയാണ് എന്ന് ചോദിച്ചാലോ? ആലുവയിലാണ്. ആലുവ. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട സ്ഥലം? രണ്ടാം ബർദോളി എന്നറിയപ്പെട്ടത് പയ്യന്നൂരാണ്. പയ്യന്നൂർ. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ബ്രഹ്മപുത്ര നദി. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ ലോകസഭയാണ്. ലോകസഭ. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം? ധാതു സമ്പത്തില് ജാർഖണ്ഡ് ആണ്. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ്. മീനമാത രോഗമുണ്ടാകുന്നത് അന്തരീക്ഷത്തിൽ ഏത് ലോഹത്തിന്റെ മലിനീകരണം മൂലമാണ്? മീനമാത രോഗമുണ്ടാകുന്നത് മെർക്കുറിയുടെ മലിനീകരണം മൂലമാണ്. മെർക്കുറി. മനുഷ്യനില് ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഡെക്സ്ട്രോകാർഡിയ. ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്നു. ഡെക്സ്ട്രോകാർഡിയ. നീതി ആയോഗ് എന്നതിന്റെ പൂർണ്ണരൂപം? നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗിന്റെ പൂർണ്ണരൂപം. വടക്കു കിഴക്കൻ മൺസൂണിന്റെ മറ്റൊരു പേര്? വടക്കു കിഴക്കൻ മൺസൂണിന്റെ മറ്റൊരു പേരാണ് തുലാവർഷം. വടക്കു കിഴക്കൻ മൺസൂണിന്റെ മറ്റൊരു പേര് തുലാവർഷം. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ? കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാരായിരുന്നു? ജസ്റ്റിസ് പരീത് പിള്ള. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായിരുന്നു ജസ്റ്റിസ് പരീത് പിള്ള. ശാസ്ത്രീയമായ മത്സ്യകൃഷി അറിയപ്പെടുന്നത് പിസികൾച്ചർ. ശാസ്ത്രീയമായ മത്സ്യകൃഷി അറിയപ്പെടുന്നതാണ് പിസികൾച്ചർ. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാര്? സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജെ.സി. ബോസ്. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ആര്?
നളചരിതം ആട്ടക്കഥയെ എങ്ങനെ വിശേഷിപ്പിച്ചു? കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. ജോസഫ് മുണ്ടശ്ശേരി. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗര സംഭവമാണ്. ചൗരി ചൗര സംഭവം. അയിത്തം അറബിക്കടലിൽ തള്ളേണ്ട കാലം അതിക്രമിച്ചു, അല്ലെങ്കിൽ അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിതയാണ് അമ്മു സ്വാമിനാഥൻ. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അമ്മു സ്വാമിനാഥനാണ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്വാസ്റ്റിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വാസ്റ്റിക്സ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻസ് ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻസ്. ഏതിന്റെ പോഷക നദിയാണ് ജിൽജിത്ത്? ജിൽജിത്ത് നദിയുടെ പേര് ജിൽജിത്ത്. ഏത് നദിയുടെ പോഷക നദിയാണ്? സിന്ധു നദിയുടെ പോഷക നദിയാണ് ജിൽജിത്ത്. സിന്ധു നദിയുടെ പോഷക നദിയാണ് ജിൽജിത്ത്. ആരെഴുതിയ പുസ്തകമാണ് നീർമാതളം പൂത്ത കാലം? പുസ്തകത്തിന്റെ പേര് നീർമാതളം പൂത്ത കാലം. എഴുതിയത് കമല സുരയ്യയാണ്. കമല സുരയ്യ. അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്? പുസ്തകത്തിന്റെ പേര് അൺഹാപ്പി ഇന്ത്യ. രചിച്ചത് ലാലാ ലജ്പത് റായ് ആണ്. അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ലാലാ ലജ്പത് റായ്. ആധുനിക ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതോ? പുസ്തകത്തിന്റെ പേര് ആധുനിക ഇന്ത്യ. രചിച്ചത് എം വിശ്വേശ്വരയ്യയാണ്. പുസ്തകത്തിന്റെ പേര് ആധുനിക ഇന്ത്യ. രചിച്ചത് എം വിശ്വേശ്വരയ്യ. കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം ഏത് ജില്ലയിലാണ്? ക്രിക്കറ്റ് സ്റ്റേഡിയം പേര് കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പൂർവ്വഘട്ടം. പൂർവ്വഘട്ടം ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്നു. പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിന്റെ ഉയരം എത്രയാണ്? എവറസ്റ്റിന്റെ ഉയരം 8848.86 മീറ്റർ അല്ലെങ്കിൽ 29,032 അടിയാണ് പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിന്റെ ഉയരം. 8848.86 മീറ്റർ. മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആര്? മാസ് സംരക്ഷണ നിയമം ലാവോസിയർ ആണ്. മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ലാവോസിയർ. ടാക്കിയോണുകൾ കണ്ടുപിടിച്ച മലയാളി ശാസ്ത്രജ്ഞൻ. ടാക്കിയോണുകൾ EC ജോർജ് സുദർശൻ അല്ലെങ്കിൽ ECG സുദർശൻ എന്നറിയപ്പെടുന്ന EC ജോർജ് സുദർശനാണ് ടാക്കിയോണുകൾ കണ്ടുപിടിച്ച മലയാളി ശാസ്ത്രജ്ഞൻ. EC ജോർജ് സുദർശൻ. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര്? സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക്ക് ആണ്. റെനെ ലെനക്ക്. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം. പ്രകാശരശ്മികൾ കണ്ണിലേക്ക് പ്രവേശിക്കുന്നത് കോർണിയയിലൂടെയാണ്. കോർണിയ. ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ ഏത്? ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷയാണ് തമിഴ്. സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിൽക്കുവാൻ കാരണം. സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിൽക്കുന്നു. കാരണം എന്താണ്? ഭൗമവികിരണമാണ്. ഭൗമവികിരണം മൂലമാണ് സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിൽക്കുന്നത്. ഭൗമവികിരണം. മലയൻഡോർഫ് ഏത് വിളയുടെ സങ്കരയിനമാണ്? മലയൻഡോർഫ് ഏത് വിളയുടെ സങ്കരയിനമാണ്? തെങ്ങാണ്. തെങ്ങിന്റെ സങ്കരയിനമാണ് മലയൻഡോർഫ്. ബാലവേല കൂടാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രതീകം. ബാലവേല കൂടാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രതീകമാണ് റെക്മാർക്ക്. റെക്മാർക്ക്. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ്. ത്രിപുര. എവിടേക്കാണ് കടന്നിരിക്കുന്നത്? ബംഗ്ലാദേശിലേക്ക്. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഊർജ്ജ സ്രോതസ്.
ആണവ നിലയം. ആണവ നിലയം ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ബ്രൗൺ എനർജിയാണ്. ആണവ നിലയം ബ്രൗൺ എനർജിയാണ്. ബ്ലാക്ക് ഫുട്ട് ഡിസീസ് ഉണ്ടാകുന്നത് ഏത് കാരണമാണ്? ബ്ലാക്ക് ഫുട്ട് ഡിസീസ് ഉണ്ടാകുന്നത് ആഴ്സനിക് ആണ്. ആഴ്സനിക് കാരണമാണ് ബ്ലാക്ക് ഫുട്ട് ഡിസീസ് ഉണ്ടാകുന്നത്. 1812 കുറിച്യ കലാപത്തിന്റെ നേതാവ്. കുറിച്യ കലാപം നടന്ന വർഷം 1812 1812 കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു? രാമനമ്പി. മനുഷ്യനിർമ്മിത പെട്രോളായിട്ട് ഉപയോഗിക്കുന്നത്. മനുഷ്യനിർമ്മിത പെട്രോളായിട്ട് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ ഏത്? ആശ്രാമം കായൽ എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലാണ്. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായൽ. ആദ്യമായി GST നടപ്പാക്കിയ രാജ്യം. ഫ്രാൻസ്. കേരളത്തിന്റെ ആദ്യത്തെ ലോകായുക്ത ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോനാണ്. കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? കേരളത്തിലെ കോൾ നിലം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിലാണ്. GST നിലവിൽ വന്ന തീയതി ഏത്? GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. GST കൗൺസിലിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് ആര്? ദാദാഭായ് നവറോജി. പക്കോയി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അരുണാചൽ പ്രദേശിലാണ്. അർബുദം ബാധിക്കാത്ത ശരീരഭാഗം ഹൃദയമാണ്. ഹൃദയം. അറിവ് ശക്തിയാണ് അജ്ഞത മരണവും എന്ന് പറഞ്ഞത് ആര്? സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള. പരുത്തി. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ട്രോപ്പോസ്ഫിയർ ആണ്. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്ന്? 1950 ജനുവരി 24 1950 ജനുവരി 24 ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. എയ്ഡ്സ് ആണ് സ്ലിം ഡിസീസ് എന്ന് അറിയപ്പെടുന്നത്. രോഗം എയ്ഡ്സ്. കുണ്ടറ വിളംബരം നടന്നത് എന്ന്? 1809 ജനുവരി 11 ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ഏതാണ്? കബനി നദിയാണ്. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനി നദി. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം. പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്? 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട്. 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങൾ. അഗ്നികുണ്ഡലഖനി ഏത് സംസ്ഥാനത്താണ്? അഗ്നികുണ്ഡലഖനി സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ്. ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപം അറിയപ്പെടുന്നത് താപധാരിത എന്നാണ്. കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം. അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരില് രാമവർമ്മപുരത്താണ് കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം. അയഡിൻ ബാഷ്പത്തിന്റെ നിറം. വയലറ്റ്.
കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത്? കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത് ലാക്രിമൽ ഗ്രന്ഥിയാണ്, ലാക്രിമൽ ഗ്രന്ഥി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രി ആര്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്, മുംബൈ. ഇന്ത്യയുടെ പരുത്തി തുറമുഖം മുംബൈ. ലോക സാക്ഷരതാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ലോക സാക്ഷരതാ ദിനം ആയിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 8 ആണ്. സെപ്റ്റംബർ 8 ലോക സാക്ഷരതാ ദിനം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ ഏത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ തൊടുപുഴയാണ്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ. കോശകേന്ദ്രം കണ്ടെത്തുകയും അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ? കോശകേന്ദ്രം കണ്ടെത്തുകയും അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുകയും ചെയ്തത് റോബർട്ട് ബ്രൗൺ ആണ്. റോബർട്ട് ബ്രൗൺ ആണ് കോശകേന്ദ്രം കണ്ടെത്തിയതും അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുകയും ചെയ്തത്, റോബർട്ട് ബ്രൗൺ. ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്നാണ്? ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 ആണ് ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത്, ഫെബ്രുവരി 28. മൂപ്പെത്താതെ അടക്ക വാടി വീഴുന്ന രോഗം? മൂപ്പെത്താതെ അടക്ക വാടി വീഴുന്ന രോഗമാണ് മഹാളി, മഹാളി. ചലോ ചലോ ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ആരുടേതാണ്? സുഭാഷ് ചന്ദ്രബോസ്. ചലോ ചലോ ദില്ലി ചലോ എന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസ്. റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം? റെഡ് ക്രോസ് 1863 റെഡ് ക്രോസ് സ്ഥാപിതമായത്, 1863. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നത്? മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നത് ക്രൊമാറ്റിൻ ജാലികയാണ്, ക്രൊമാറ്റിൻ ജാലിക. മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ? മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക് ആണ്, റോബർട്ട് ഹുക്ക്. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണ്? വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്നത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 2010 ഏപ്രിൽ 1. പണ്ടാരപ്പാട്ട വിപ്ലവം നടന്ന വർഷം? പണ്ടാരപ്പാട്ട വിപ്ലവം നടന്നത് 1865 1865 പണ്ടാരപ്പാട്ട വിപ്ലവം നടന്നത്. ലോക്പാൽ എന്ന വാക്കിന്റെ അർത്ഥം? ലോക്പാൽ എന്ന വാക്കിന്റെ അർത്ഥം ജനസംരക്ഷകൻ എന്നാണ്, ജനസംരക്ഷകൻ. കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം? കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലിയാണ്, ഓടക്കാലി. ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണത്തിന് പറയുന്ന പേര്? ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണമാണ് യൂട്രോഫിക്കേഷൻ, യൂട്രോഫിക്കേഷൻ. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന, ഇപ്പോൾ നിലവിലില്ല, പ്രത്യേക പദവി നൽകിയിരുന്നത് ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 370 പ്രകാരമാണ്. ആർട്ടിക്കിൾ 370 പ്രകാരമാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്നത്, ഇപ്പോൾ ഇത് നിലവിലില്ല. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്, പുന്നമടക്കായൽ. സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ? സൂപ്പർ ബഗ് എന്നത് ബാക്ടീരിയയാണെന്ന് ഓർക്കുക. സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ആനന്ദ് മോഹൻ ചക്രവർത്തി, ആനന്ദ് മോഹൻ ചക്രവർത്തി. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര്? പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് സഹ്യപർവ്വതനിരകൾ, സഹ്യപർവ്വതനിരകൾ എന്ന് കേരളത്തിൽ അറിയപ്പെടുന്നത് പശ്ചിമഘട്ടമാണ്, പശ്ചിമഘട്ടം. മലബാർ കലാപം നടന്ന വർഷം? മലബാർ കലാപം 1921. പ്രസിദ്ധമായ പക്ഷിപ്പാതാളം? പക്ഷിപ്പാതാളം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്, വയനാട്. മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല? മണിയാർ ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട ജില്ലയിലാണ്, പത്തനംതിട്ട ജില്ല. ആദ്യമായിട്ട് കൃത്രിമമായിട്ട് ജലം നിർമ്മിച്ചതാര്? ആദ്യമായിട്ട് കൃത്രിമമായിട്ട് ജലം നിർമ്മിച്ചത് ജോസഫ് പ്രീസ്ലി ആണ്, ജോസഫ് പ്രീസ്ലി. ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക ജലദിനം
മാർച്ച് 22 ലോക ജലദിനം. കൃത്രിമ മഴ പെയ്യ്ക്കുന്നതിന് അന്തരീക്ഷത്തിൽ വിതറുന്ന രാസപദാർത്ഥം. കൃത്രിമ മഴ പെയ്യ്ക്കാൻ വേണ്ടിയിട്ട് അന്തരീക്ഷത്തിൽ വിതറുന്നത് എന്താണ്? സിൽവർ അയോഡൈഡ് ആണ്. സിൽവർ അയോഡൈഡ്. കൃത്രിമ മഴ പെയ്യ്ക്കുന്നതിന് അന്തരീക്ഷത്തിൽ വിതറുന്ന രാസപദാർത്ഥമാണ് സിൽവർ അയോഡൈഡ്. വൈദ്യുതോൽപാദനം ഏത് മേഖലയിൽ പെടുന്നു? വൈദ്യുതി ഉൽപാദനം ദ്വിതീയ മേഖലയാണ്. വൈദ്യുതോൽപാദനം ദ്വിതീയ മേഖലയാണ്. പ്ലാസി യുദ്ധം നടന്ന വർഷം. പ്ലാസി യുദ്ധം 1757. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ മൂലകം ഏതാണ്? കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ മൂലകം ടെക്നീഷ്യമാണ്. ടെക്നീഷ്യം. കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ മൂലകമാണ് ടെക്നീഷ്യം. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത്. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫിലിയാണ്. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫിലിയ. DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടെത്തിയത് ആര്? DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടെത്തിയത് ഡോക്ടർ അലക് ജെഫ്രീസ് ആണ്. ഡോക്ടർ അലക് ജെഫ്രീസ് DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടെത്തിയത് ഡോക്ടർ അലക് ജെഫ്രീസ്. സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം സരൺ നേഗി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരായിരുന്നു? ശ്യാം സരൺ നേഗി. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. കൊൽക്കത്ത. ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. കേരളത്തിലെ ഏറ്റവും അധികം കാണപ്പെടുന്ന ശില ഏതാണ്? കേരളത്തിലെ ഏറ്റവും അധികമായിട്ട് കാണപ്പെടുന്ന ശില കായാന്തരിത ശിലയാണ്. കായാന്തരിത ശില. കേരളത്തിലെ ഏറ്റവും അധികമായിട്ട് കാണപ്പെടുന്നത് കായാന്തരിത ശില. ബ്രഹ്മോസ് മിസൈൽ ഏത് രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമാണ്? ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ് മിസൈൽ. സിനിമാ തിയേറ്ററുകളിലെ പ്രൊജക്ടറുകളുടെ പ്രവർത്തന തത്വം. സിനിമാ തിയേറ്ററുകളിലെ പ്രൊജക്ടറുകളുടെ പ്രവർത്തന തത്വം വിഭങ്കനമാണ്. വിഭങ്കനം. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കി മാറ്റിയത് 61ാമത്തെ ഭേദഗതി പ്രകാരമാണ്. 61ാം ഭേദഗതി. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം. നീതി ആയോഗ് 2015 നീതി ആയോഗ് നിലവിൽ വന്നത്. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത് എന്ന് ചോദിച്ചാൽ അവകാശികൾ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ്. എം വിശ്വേശ്വരയ്യ. താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം. താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടത് 1983 1983. കാനീസ് ഫെമിലിയാരിസ് ഏതു ജീവിയുടെ ശാസ്ത്രീയ നാമമാണ്? കാനീസ് ഫെമിലിയാരിസ്. നായയുടെ ശാസ്ത്രീയ നാമമാണ് കാനീസ് ഫെമിലിയാരിസ് എന്നത്. പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. ബൽവന്ത് റായ് മേത്തയാണ് പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ഡോപ്സൺ. ഡോപ്സൺ എന്തിനാണ്? ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുവാനുള്ള യൂണിറ്റാണ് ഡോപ്സൺ. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള മണ്ഡലം ഏത്? ഏറ്റവും താഴെയുള്ളത് ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള മണ്ഡലം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്ന നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാറിലാണ്. പെരിയാർ. ഡോക്ടർ സാലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏത്?
ഡോക്ടർ സാലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം രചിച്ചത് ആര്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം രചിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള ഏത്? ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള നെല്ലാണ്. പ്രധാന ഖാരിഫ് വിള നെല്ല്. ബാരീസ് എന്നറിയപ്പെടുന്ന നദി ഏത്? ബാരീസ് എന്നറിയപ്പെടുന്നത് പമ്പ നദിയാണ്. പമ്പ നദിയാണ് ബാരീസ് എന്നറിയപ്പെടുന്നത്. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ ഏത്? തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് കോൺ കോശങ്ങളാണ്. കോൺ കോശങ്ങൾ. സിന്നബാർ എന്തിൻ്റെ അയരാണ്? സിന്നബാർ മെർക്കുറിയുടെ അയരാണ് സിന്നബാർ. മെർക്കുറി. ഭൂമിയുടെ പാലായന പ്രവേഗം. ഭൂമിയുടെ പാലായന പ്രവേഗം 11.2 km/s ആണ്. 11.2 km/s. നവഭാരതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? നവഭാരതത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ്. നവഭാരതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. NW1 ദേശീയ ജലപാത ഏത് നദിയിലാണ്? NW1 ഗംഗാ നദിയിലാണ്. ഗംഗാ നദി. മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചെന്തരുണി വന്യജീവി സങ്കേതമാണ്. ചെന്തരുണി വന്യജീവി സങ്കേതം. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നത് മണിയാറാണ്. മണിയാർ. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂരാണ്. തൃശ്ശൂർ. ഷിക് ടെസ്റ്റ് എന്ത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയ. ഷിക് ടെസ്റ്റ് എന്ത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിഫ്തീരിയ. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്നത് വികിരണമാണ്. വികിരണം. കരിമീനിന്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുരൈറ്റൻസിസ്. എട്രോപ്ലസ് സുരൈറ്റൻസിസ്. ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കുവാനെടുക്കുന്ന സമയം 20 സെക്കൻഡ്. ദേശീയ ഗാനം ആലപിക്കുവാനെടുക്കുന്ന സമയം 52 സെക്കൻഡ്. ഹ്രസ്വരൂപം ആലപിക്കുവാനെടുക്കുന്നത് 20 സെക്കൻഡ്. ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ജനഗണമന ഭാരത് വിധാത. ഭാരത് വിധാത എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏത് എന്ന് ചോദിച്ചാൽ ജനഗണമനയാണ്. നിലവിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏത്? ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ എത്ര താമരകളാണ് ഉണ്ടായിരുന്നത്? ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിലെ താമരകൾ 8. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യക്കാണ്. ഇന്ത്യ. ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണ്. 1946 ഡിസംബർ 6. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം ചേർന്നത് 1946 ഡിസംബർ 9-നാണ്. 1946 ഡിസംബർ 9. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് JB കൃപാലാനിയാണ്. JB കൃപാലാനി. ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ HC മുഖർജി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ് BN റാവു. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത്. ദേശീയ പതാക 1947 ജൂലൈ 22. 1947 ജൂലൈ 22. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത്. ദേശീയ ഗീതം 1950 ജനുവരി 24. ദേശീയ ഗീതത്തെയും ദേശീയ ഗാനത്തെയും അംഗീകരിച്ചത് സെയിം ഡേറ്റ് തന്നെയാണ്, 1950 ജനുവരി 24. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത്. ദേശീയ മുദ്ര 1950 ജനുവരി 26. 1950 ജനുവരി 26.
22 കമ്മിറ്റികളടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റി ഏതായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിതമായത് 1947 ഓഗസ്റ്റ് 29 1947 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡോക്ടർ BR അംബേദ്കർ തൻ്റെ അവസാനത്തെ പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നസ്രുദ്ദീൻ അഹമ്മദ്. ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റായ് സാദാണ് ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത്. ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്തു പതിപ്പ് തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണൻ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് സമ്മേളിച്ചത് എന്ന്? സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് സമ്മേളിച്ചത് 1947 നവംബർ 17 1947 നവംബർ 17. വിശിഷ്ട താപധാരതയുടെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. വിശിഷ്ട താപധാരതയുടെ യൂണിറ്റ്. ഇന്ത്യയിൽ വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി. 50 ഹെർട്സ് ആണ്. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ്. 3 × 10⁸ പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ്. 3 × 10⁸. തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം വയലറ്റ് ആണ്. ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കുവാനെടുത്ത സമയം. 2 വർഷം 11 മാസം 18 ദിവസമാണ്. 2 വർഷം 11 മാസം 18 ദിവസം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26 ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം. അമേരിക്കയിൽ നിന്നുമാണ്. ആമുഖത്തിൽ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ഏത്? 1949 നവംബർ 26. 1949 നവംബർ 26 എന്ന തീയതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം. പൗരത്വം 2-ാം ഭാഗത്തിലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭാഗം 2. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏതാണ്? ഏക പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം. ബ്രിട്ടനിൽ നിന്നുമാണ്.
മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്, മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം, ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം 3-ലാണ്. ഭാഗം 3. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ്. മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം. മൗലികാവകാശങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുമാണ്. അമേരിക്ക. ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നിങ്ങനെ വിശേഷണങ്ങളുള്ള ഭരണഘടനാ ഭാഗം ഏതൊക്കെയാണ്? ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ. ഭാഗം 3-ആണ്. ഭാഗം 3. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്, മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി. അടിയന്തരാവസ്ഥാ കാലത്തും നിലനിൽക്കുന്ന മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണ്? അടിയന്തരാവസ്ഥാ കാലത്ത് നിലനിൽക്കുന്ന മൗലികാവകാശങ്ങൾ ആർട്ടിക്കിൾ 20-21 ആർട്ടിക്കിൾ 20-21. ഒപ്റ്റിക്കൽ ഫൈബർ വഴി വിവര വിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം. ഒപ്റ്റിക്കൽ ഫൈബർ വഴി വിവര വിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. പൂർണ്ണാന്തരിക പ്രതിഫലനം. തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? 0 0. ജലം ഐസാകുന്ന താപനില എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലം ഐസാകുന്ന താപനില 0 ഡിഗ്രി സെൽഷ്യസ്. ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് 1918 നോബൽ നേടിയ ശാസ്ത്രജ്ഞൻ. ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് 1918 നോബൽ നേടിയ ശാസ്ത്രജ്ഞൻ മാക്സ് പ്ലാങ്ക് ആണ്. മാക്സ് പ്ലാങ്ക്. CT സ്കാൻ കണ്ടെത്തിയത്, CT സ്കാൻ ഗോഡ്ഫ്രീ ഹൗൺസ്ഫീൽഡ് ആണ്. ഗോഡ്ഫ്രീ ഹൗൺസ്ഫീൽഡ് ആണ് CT സ്കാൻ കണ്ടെത്തിയത്. വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്ന ഉപകരണം. വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്ന ഉപകരണം അമീറ്റർ ആണ്. അമീറ്റർ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. യുറേനിയം 235 ആണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. സമ്പുഷ്ട യുറേനിയം. ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം. ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ. ആൽഫ, ബീറ്റ എന്നീ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ കണ്ടെത്തിയത്. ആൽഫ, ബീറ്റ എന്നീ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ്. ഗാർഹിക സർക്യൂട്ടിലെ എർത്ത് വയറിൻ്റെ നിറം. ഗാർഹിക സർക്യൂട്ടിലെ എർത്ത് വയറിൻ്റെ നിറം പച്ചയാണ്. പച്ച. ഗാർഹിക സർക്യൂട്ടിലെ എർത്ത് വയറിൻ്റെ നിറം പച്ച. ഡ്രൈ സെല്ലിലെ നെഗറ്റീവ് ഇലക്ട്രോഡ് അറിയപ്പെടുന്നത്. ഡ്രൈ സെല്ലിലെ നെഗറ്റീവ് ഇലക്ട്രോഡ് അറിയപ്പെടുന്നത് കാഥോഡ് എന്നാണ്. കാഥോഡ്. ഊർജത്തിൻ്റെ CGS യൂണിറ്റ്. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് എർഗ് ആണ്. എർഗ്. രണ്ട് വസ്തുക്കളുടെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണബലം. രണ്ട് വസ്തുക്കളുടെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണബലം 4 മടങ്ങാകുന്നു. 4 മടങ്ങ്. സ്പ്രിംഗ് ബാലൻസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം. സ്പ്രിംഗ് ബാലൻസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഹൂക്സ് നിയമമാണ്. ഹൂക്സ് നിയമം. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏതാണ്? പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഭൂഗുരുത്വാകർഷണ ബലമാണ്. ഭൂഗുരുത്വാകർഷണ ബലം. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം. വിശിഷ്ട താപധാരിത ജലം. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നതിന് കാരണം വികിരണം മൂലമാണ്. വികിരണം. തന്മാത്രകളുടെ ഗതികോർജം 0 മാറുന്ന താപനില. തന്മാത്രകളുടെ ഗതികോർജം 0 മാറുന്ന താപനില -273.15 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിലാണ് തന്മാത്രകളുടെ ഗതികോർജം 0 മാറുന്നത്. -273.15 ഡിഗ്രി സെൽഷ്യസ്.
കടലിൻ്റെ ആഴം അളക്കുന്ന ഉപകരണമായ സോണാറിൻ്റെ പൂർണ്ണരൂപം സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്നത്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗം ഹൈപ്പർസോണിക്. ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കാൻ കാരണം എന്താണ്? ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ കഴിയില്ല. അവസാനത്തെ ചോദ്യം, അന്താരാഷ്ട്ര പ്രകാശ വർഷമായി ആചരിച്ചത് എന്ന്. അന്താരാഷ്ട്ര പ്രകാശ വർഷം 2015 അന്താരാഷ്ട്ര പ്രകാശ വർഷം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.